കറുത്ത മുണ്ട് കണ്ടിട്ട് എന്ത് മനസ്സിലായില്ലോ? എന്ത് വേടനെ അനുകരിക്കുന്ന കലാകാരൻ. ഓക്കെ. അപ്പം വേടന്റെ ആശയത്തോട് അല്ലെങ്കിൽ വേടന്റെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ വേടന്റെ വരികളോട് അനൂപേട്ടൻ എത്രത്തോളം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പ്? ഞാൻ അതിനൊരു ഹ്യൂമൻ ലെവലിൽ മാത്രമാണ് എല്ലാവരുമായിട്ടും ഇടപെടാറുള്ളത്. എനിക്ക് തന്നെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു റിലീജിയസ് ഇതൊക്കെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഐ ഫൗണ്ട് വേടൻ ടു ബി എ വെരി ജെനുവിൻ ഗൈ. മാത്രമല്ല അദ്ദേഹം എഴുതുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ശക്തമായ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ്, അനുഭവം ഉള്ള ആളാണ്. പിന്നെ ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ. ഇപ്പം നമ്മൾ കുറേ നേരം ഇപ്പം ഷീലു ധ്യാനിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ധ്യാനിനെ കുറിച്ചുള്ള ടേക്ക് എന്ന് പറയുന്നത് അവൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, വിച്ച് ഇസ് ദ നമ്പർ 1 സ്റ്റാർ ക്വാളിറ്റി ദാറ്റ് ഈസ് നീഡഡ് ഇൻ എ ഹ്യൂമൻ. അത് കഴിഞ്ഞുള്ള ടാലന്റ് സ്ക്രീനിൽ വരുമ്പം അല്ലെങ്കിൽ ഒരു TV സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഹാഫ് ദ ജോലി ഇസ് ഡൺ, ഹാഫ് ദ ജോബ് ഇസ് ഡൺ. അപ്പൊ ഇവനതുണ്ട്. ഇത് ബാക്കിയുള്ള ജയപരാജയങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും, കാരണം ഇറ്റ് ജസ്റ്റ് എ മാറ്റർ ഒരു ഫ്രൈഡേയുടെ വ്യത്യാസമേ ഉള്ളൂ. 1 hit and he's back on top.